ഇപ്പോൾ തിരുവള്ളക്കാവ് അമ്പലത്തേക്ക് എൻട്രി കടന്നുള്ളിലേക്ക് പോവാണ്. അമ്പലത്തിൻ്റെ ഫ്രണ്ടിലെത്തി നമ്മൾ നല്ല പാർക്ക് ചെയ്തിട്ട് അമ്പലത്തേക്ക് തൊഴാൻ പോവാണ്. ഉണ്ണീനായിട്ട് ഈ അമ്പലത്തിൽ ഒന്ന് തൊഴാൻ വേണ്ടിയിട്ട് വന്നതാണ് കേട്ടോ. അമ്പലത്തിൻ്റെ ഫ്രണ്ടിലെത്തി. അച്ഛനും അമ്മയും ഞാനും ദേവട്ടിയും സല്ലും എല്ലാവരും ഇങ്ങോട്ട് ഇറങ്ങിയത്. എന്താ അമ്പലത്തിൻ്റെ ഫ്രണ്ട്. ഞായറാഴ്ച ആയതുകൊണ്ട് കുറച്ച് തിരക്ക് കൂടുതലുണ്ട്. സാധാരണ ദിവസവും അത്യാവശ്യം തിരക്കുള്ള ദിവസമാണ്. ഈ അമ്പലത്തിൽ എല്ലാ ദിവസവും കുട്ടികളെ എഴുത്തിനിരുത്തണ ഒരു അമ്പലമെന്ന് പറയുന്നത് കേട്ടിട്ടുണ്ട് വീഡിയോസിലൊക്കെ കേട്ടോ. ചെറിയ കളിപ്പാട്ടത്തിൻ്റെ കടയൊക്കെ കാണാണ്ട്. സുന്ദരമണി എന്തായാലും വാശി പിടിക്കാനുള്ള സാധ്യത ഉണ്ട് കേട്ടോ. തിരുവള്ളക്കാവ് ധർമ്മശാസ്ത്ര ക്ഷേത്രമാണ്, അതായത് അയ്യപ്പസ്വാമിയുടെ അമ്പലം. ധർമ്മശാസ്ത്ര അയ്യപ്പസ്വാമിയാണല്ലോ. അമ്പലത്തിൻ്റെ പുറത്തത്തെ കാഴ്ചകളാണ്. അത്യാവശ്യം പാർക്കിംഗ് ഒക്കെ ഉണ്ട്. ടാറൊക്കെ ഇട്ടിട്ട് ഇപ്പുറത്തൊരു ചെറിയൊരു കടയൊക്കെ ഉണ്ട്. ആൾക്കാരൊക്കെ പുറത്ത് നിൽക്കുന്നുണ്ട്. അവര് കയറാണ്. അമ്പലത്തിന് തൊഴുതി എല്ലാവരും കൂടി ഇറങ്ങാൻ കേട്ടോ. പങ്ക് ഏൽപ്പിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ എല്ലന്തീരൊക്കെ കത്തിച്ചു. പിന്നെ സുന്ദരിമണിക്ക് പൂജിച്ച പെൻസിലൊക്കെ വാങ്ങി. അതൊക്കെ കഴിഞ്ഞിട്ട് ഞങ്ങൾ ഇറങ്ങണം. അത്യാവശ്യം തിരക്കും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഈ കൂടുതൽ വിശേഷങ്ങൾ ദൈവത്തിൽ പറയട്ടോ. നല്ല നല്ല ഇറങ്ങാം. പിന്നെ സുന്ദരിമണി ആരും കാലത്തൊന്നും കഴിച്ചിട്ടില്ല. അപ്പം അതിൻ്റെ വിശപ്പും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. തിരക്കുണ്ട്. ഇപ്പം എന്താ തിരക്ക് ശരവനൊപ്പം ചേട്ടുണ്ട്. ചായക്കട കാണാണ്ട് ഇവിടെ. ഈ അമ്പലത്തിനെ കുറിച്ചുള്ള ഡീറ്റെയിൽസ് ദേവട്ടി പറയട്ടോ. ഞങ്ങൾ തിരുവള്ളക്കാവ് അമ്പലത്തിലേക്ക് വന്നതാണ്. മോളനെ എഴുത്തിന് എഴുത്തണമെന്ന് അതിന് മനസ്സിൽ വിചാരിച്ചിട്ടൊന്നും ഉണ്ടായിരുന്നില്ല. ഇന്ന സ്ഥലത്ത് പോകണമെന്ന് നമ്മൾ നേരൊക്കെ ചെയ്തു. അങ്ങനെയൊന്നും ഉണ്ടായിരുന്നില്ല. ഞങ്ങളുടെ വീടിൻ്റെ അടുത്തുള്ള ഞങ്ങളുടെ ക്ഷേത്രത്തിൽ തന്നെയാണ് എഴുത്തിന് എത്തിയത്. അപ്പം പിന്നെ സ്കൂളിൽ പോകുന്നതിന് മുന്നേ ആയിട്ട് ഒരു ദിവസം ഓൺലൈനായിട്ട് വന്ന് തൊഴാലോ എന്ന് കരുതിയിട്ട് ഇന്ന് വന്നതാണ്. അംഗൻവാടി കഴിഞ്ഞു. LKG പോണേക്കാൻ മുന്നേ അപ്പം ഇനിയിപ്പോൾ നാളെ സ്റ്റാർട്ട് ചെയ്യായി. അപ്പം ഇന്ന് വന്നതാണ്. 7 മണിക്കാകുമ്പോൾ ഇറങ്ങി 8:30 ഇവിടെ എത്തുമ്പോൾ നല്ല തിരക്കാണ് കേട്ടോ. ഇപ്പോഴും എഴുത്തിന് ഇരുത്താനാണെങ്കിലും വഴിപാട് കൗണ്ടറിലാണെങ്കിലും തൊഴാനാണെങ്കിലും എല്ലായിടത്തും നല്ല തിരക്കാണ്. ഞാൻ ഒരു തവണ വന്നിട്ടുണ്ട് ചേച്ചിയുടെ മോനെ എഴുത്തിന് ഇരുത്താനായിട്ട്. അന്നും ഇതുപോലെ നല്ല തിരക്ക് തന്നെയായിരുന്നു. അന്ന് തന്നെ വർക്കിംഗ് തന്നെയാണ് കേട്ടോ വന്നിട്ടുണ്ടായിരുന്നത്. പക്ഷെ നല്ല തിരക്കാണ്. ഇവിടെ വഴിപാടിനൊക്കെ നല്ല റേറ്റ് കുറവായിട്ടാണ് കേട്ടോ എനിക്ക് തോന്നിയത്. റേറ്റ് കുറവാണ്. നെൽപ്പറയ്ക്ക് 100. പിന്നെ ചേട്ടൻ അതിന്റെ ഫോട്ടോ അതിപ്പോ ഈ സംസാരിക്കുന്നതിന്റെ സൈഡില് ഇട്ടാരാ. അപ്പൊ അത് നിങ്ങൾക്ക് കാണിച്ചു തരും. കാരണം ഒരുപാട് വഴിപാടുകളല്ലേ. അപ്പൊ പിന്നെ ഈ അമ്പലത്തിന് ഒരു പ്രത്യേകത ഉണ്ട് ദേവട്ടിയെ. പറയും. ഈ അമ്പലത്തില് ദിവസവും എല്ലാ ദിവസവും എഴുത്തണ ഒരു അമ്പലമാണിത്. ഒരുപാട് നമ്മുടെ അവിടുത്തെ അമ്പലങ്ങൾ ഒരുപാട് അമ്പലങ്ങളിലൊക്കെ സീസൺ, അതായത് പുസ്തക പൂജയുടെ സീസണ് അങ്ങനെ എന്തെങ്കിലും സീസണിൽ വരുമ്പോൾ മാത്രമാണ് കൂടുതൽ അമ്പലങ്ങളിൽ എഴുത്തിനിരുത്തുക. ഈ അമ്പലത്തിൽ എല്ലാ ദിവസവും എഴുത്തിനിരുത്തുന്നു പറഞ്ഞു കേട്ടിട്ടുണ്ട്. ബാക്കി പറഞ്ഞു എന്നും ഉണ്ട്. അത് തന്നെ നമുക്ക് സൗകര്യമുള്ള ഒരു ദിവസം വന്നിട്ട് എഴുത്തിനിരുത്താനൊക്കെ സുഖമാണ് കേട്ടോ. കാരണം ഇന്ന ദിവസം എന്നില്ലാത്തതുകൊണ്ട് തന്നെ. പിന്നെന്താ, ഞാനെങ്കിലും ഈ അമ്പലത്തിൽ വന്നിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ വിശേഷങ്ങളൊക്കെ ഒന്ന് കമന്റ് ചെയ്യാനോ. പിന്നെ ഞങ്ങളൊരു 7 മണിക്ക് ഇറങ്ങിയാൽ ആരും ചായ കുടിച്ചിട്ടൊന്നുമില്ല. അപ്പോൾ അത് കഴിഞ്ഞിട്ട് വേണം ചായ കുടിക്കാൻ. സുന്ദരിമണിക്ക് വിശക്കുണ്ടെന്ന് പറഞ്ഞു തുടങ്ങി. അപ്പോൾ അതാ ഞാൻ പിന്നെ അമ്പലത്തിൽ വന്നു കഴിഞ്ഞാൽ പ്രസാദം കിട്ടണം. അത് നിർബന്ധമാണ്. അത് കഴിക്കാന്നുള്ളതാണ്. അപ്പോൾ ഞങ്ങളിപ്പോൾ ഇറങ്ങി പോകുമ്പോഴേക്ക് ബ്രേക്ക്ഫാസ്റ്റ്. പിന്നെ കുട്ടികളെ ഇരുത്തണയിൽ ഒരു ഫേമസ് അമ്പലങ്ങളിൽ ഒന്നാണിത്. പിന്നെ ദേവട്ടി പറഞ്ഞ പോലെ നമ്മൾ ഇന്ന ദിവസം വരണമെന്നൊന്നുമില്ല. നമ്മുടെ ഒഴിവിനനുസരിച്ച് ഒരു 7-7:30 നേരത്തെ ഇവിടെ എത്തിക്കഴിഞ്ഞാൽ സുഖമായിട്ട് വന്ന് കുട്ടികളെ എഴുത്തിനിരുത്തിയിട്ട് പോവാം. പിന്നെ എന്തെങ്കിലും വഴിപാടുകളുണ്ടെങ്കിൽ കഴിക്കാൻ ഒരുപാട് റേറ്റ് കൂടുതലൊന്നുമില്ല. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് വരാം. അപ്പോൾ തിരുവള്ളക്കാവ് അമ്പലത്തിൽ വന്നതിൻ്റെ തിരുവള്ളക്കാവ് ധർമ്മ
ശാസ്താ ക്ഷേത്രം എന്നാണ് ബോർഡ് പുറത്തേക്ക് ഉള്ളിലേക്ക് കിടക്കണോടത്ത്. ഉള്ളിലും ഇങ്ങനെ ലൈറ്റ് ഇങ്ങനെ കത്തിയിട്ട് എഴുതി പോകുന്നുണ്ട്. അപ്പോൾ നിങ്ങളുടെ അനുഭവങ്ങളും കാര്യങ്ങളൊക്കെ പറയാം, ഇവിടെ വന്നിട്ടുള്ള വിശേഷങ്ങളൊക്കെ പറയാം. മോളേനെ നോക്കുന്നുണ്ട്. എന്താണാവോ സാധാരണ എല്ലായിടത്തും ഒന്ന് ഓടിക്കളിക്കുന്ന ആളാണ്. എടുക്കുന്നുണ്ട് ഞങ്ങള് നടച്ചു അങ്ങോട്ട്. വണ്ടിയിലൊക്കെ ഭയങ്കര ആക്റ്റീവായിരുന്നു. എന്താ പറ്റുന്നതെന്ന് അറിയില്ല. പിന്നെ ഇന്നലെ കാലിൻ്റെ അടിയിൽ കട്ടർ റൂപ്പ് അടിച്ചിട്ടുണ്ടായിരുന്നു. ഞാൻ അതാണോ എന്നറിയില്ല. എപ്പോഴും കാലിനൊരു ഡിസ്റ്റർബൻസ് ഫീൽ ചെയ്യുന്നുണ്ട്. അപ്പോൾ അമ്മ അച്ഛനൊക്കെ ഉണ്ട് കേട്ടോ. അവരൊന്നും വീഡിയോയിൽ തീരെ വരാറില്ല. എല്ലാവരും എന്നോട് പറയുന്നുണ്ട് വീഡിയോയിൽ അവരെ കാണിക്കുന്നത്. അതുപോലെ ഞങ്ങൾ പാസ് ചെയ്യുന്ന ഭാഗങ്ങളിലൊക്കെ ചിലപ്പോൾ അവർ പെട്ടിട്ടുണ്ടാവും. അതല്ലാണ്ട് അവർ വരാറില്ല.